ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസമായി ഇങ്ങനെ നിങ്ങളോട് ഒന്ന് സംസാരിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ കുറേ ആയിട്ട് ഞാൻ തിരക്കായിരുന്നു. ഒന്ന് എൻ്റെ കൂടെ എപ്പോഴും വീഡിയോയിലൊക്കെ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, മായക്കുട്ടിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കായിരുന്നു. പിന്നെ അതുകൂടാതെ എനിക്ക് തിരുവാതിര അമ്പലത്തിൽ കളിക്കുന്ന വൈക്കത്തമ്പലത്തിൽ കളിക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു. അതിൻ്റെ പഠിത്തവും ഭയങ്കര 10-11 പാട്ട് നിസ്സാര കാര്യമല്ലല്ലോ. കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് പഠിച്ചെടുത്തത്. അതൊക്കെ പഠിച്ചു. 11 പാട്ടാണ് പഠിച്ചത്. എൻ്റെ കൂടെ ഒത്തിരി പേര് കളിച്ചു. അവരൊക്കെ ഒത്തിരിയും ആയിട്ട് കളിക്കുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ കളിക്കാൻ പറ്റി. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതും ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വൈക്കത്തമ്പലത്തിൽ കളിക്കുക എന്നുള്ളതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഉത്സവത്തിന് ഞാൻ അമ്പലത്തിൽ ഇങ്ങനെ പോയപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ തിരുവാതിര കളിക്കാൻ വേണ്ടി സെറ്റപ്പ് കൊടുത്ത് വന്ന് തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അല്പം ഇങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യമില്ലല്ലോ എന്നുള്ളൊരു സങ്കടം തോന്നിയായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ വെച്ച് ഞാൻ അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തില്ല. ജസ്റ്റ് അവിടെ നിന്നിങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് തോന്നണത്. എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഈ തിരുവാതിര ടീമിൽ ശരിക്കും ആളൊഴിവില്ലായിരുന്നു. എന്നിട്ട് എങ്ങനെയോ ആരോ ഇല്ലാതെ വന്ന് പകരത്തിന് എന്നെ കളിക്കാനായിട്ട് വിളിക്കുന്നതാണ്. ശരിക്കും വൈക്കത്തപ്പൻ, ശരിക്കും മഹാദേവൻ എന്നെ വിളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനൊരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ പെട്ടെന്ന് വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, കളിക്കാൻ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ വരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ചേച്ചി ഓൾറെഡി ആ ടീമിലുണ്ടായിരുന്നു. അത് കാരണമാണ് എനിക്ക് അതിലേക്കൊരു എൻട്രി കിട്ടിയത്. അപ്പം ഞാൻ കളിക്കും എന്നുള്ളൊരു തോന്നൽ ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ചേച്ചിയുടെ ഫ്രണ്ട്സ് അത് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ എനിക്കതിൽ കളിക്കാനൊരു ഭാഗ്യം കിട്ടി. എന്തായാലും വൈക്കത്തമ്പലത്തിൽ കളിക്കാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഭയങ്കര ടെൻഷനായിരുന്നു. കളിക്കാൻ കയറി ഫസ്റ്റ് പാട്ടിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ടെൻഷൻ അങ്ങ് ഫ്രീ ആയി. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് മഹാദേവൻ്റെ മുന്നിൽ അവിടെ കളിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ കൂടെ കളിച്ചവരൊക്കെ ഒത്തിരി നല്ല പോലെ കളിക്കുന്നതും അതുപോലെ അവർ വർഷങ്ങളായി പഠിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇപ്പോൾ കളിച്ച പാട്ടുകളെല്ലാം പുതിയ പാട്ടുകളായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒത്തിരി പേര് അപ്രീഷിയേറ്റ് ചെയ്തു. വലിയ സന്തോഷം തോന്നി. പിന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ വരും, ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് പിന്നെ എന്തിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇനി അടുത്തടുത്ത കളികളിലേക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നേരെ വരണം എന്നാണ് ആഗ്രഹം. എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ ആ തിരുവാതിരകൾ, ഞാനുണ്ട് അതിനകത്ത്, എൻ്റെ ചേച്ചിയുണ്ട്, പിന്നെ ചേച്ചിയുടെ ഫ്രണ്ട്സുണ്ട്. പാട്ട് പാടിയിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ അതിനകത്ത് ടീച്ചേഴ്സ്, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ടീച്ചർ, പിന്നെ ഹൗസ് വൈഫ്സ് ഒക്കെയാണ് അതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നല്ല സ്നേഹമാണ്. ഒരു കുശുമ്പും കുന്നായ്മയും ഒന്നും ഇല്ലാതെ എല്ലാവരും പരസ്പരം ഭയങ്കര കട്ടച്ചങ്കായിട്ട് നിന്നാണ് ഞങ്ങൾ തിരുവാതിര കളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു വൈബുണ്ടല്ലോ, ആ വൈബ് കിട്ടുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ വൈകുന്നേരം കളിക്കാനൊക്കെ ചെല്ലുമ്പോഴേക്കും ഞങ്ങൾക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ എല്ലാവരും, ഇപ്പം ഞാനാകാം, ചേച്ചിയാകാം, അല്ലെങ്കിൽ അവിടുത്തെ തന്നെ മറ്റുള്ള വേറെ ഞങ്ങളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണവരാകാം, എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഞങ്ങളെല്ലാം അതൊക്കെ കുത്തിപ്പറക്കി കഴിക്കും. കളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. പഴം, ഉണ്ണിയപ്പം, അല്ലെങ്കിൽ പായസം, അങ്ങനെയൊക്കെ. പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ലീന ചേച്ചി ഞങ്ങൾക്ക് മാങ്ങയ്ക്കകത്ത് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നു, പച്ചമാങ്ങ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ശരിക്കും നോസ്റ്റാൾജിയ നമുക്ക് തോന്നും. ശരിക്കും പണ്ടൊക്കെ ഇങ്ങനെ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ മാവേന്ന് മാങ്ങ പറിച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ, എൻ്റെ റിലേറ്റീവാണ്, അവളും കൂടെ ഞങ്ങളിങ്ങനെ പഠിക്കാനിരുന്നിട്ട് ഞങ്ങളിങ്ങനെ മാങ്ങ പുളി ഇങ്ങനെ ഉപ്പും കൂട്ടി കഴിച്ചുകൊണ്ടിരുന്ന് പഠിക്കുമായിരുന്നു. പെട്ടെന്ന് എനിക്ക് ആ ഓർമ്മയൊക്കെ വന്നു. പിന്നെ അങ്ങനെ ഒത്തിരി സന്തോഷങ്ങൾ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. ടെൻഷൻ പിടിച്ച് പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ സന്തോഷങ്ങൾ കണ്ടെത്തുമായിരുന്നു. അപ്പോൾ അത് തന്നെ വലിയൊരു
അതായത് ഒരു ഏജ് കഴിയുമ്പോൾ നമുക്കൊക്കെ സന്തോഷിക്കാൻ ഉള്ള സമയം ഇല്ലാതെ എത്രയോ പേര് വീടുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരുമായിട്ട് ഇരുന്ന് വർത്തമാനമൊക്കെ പറയും. എന്നാൽ കുശുമ്പും കുന്നായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് തമാശകളാണ്. എൻ്റെ ചേച്ചിയാണെങ്കിൽ വാ തുറന്ന തമാശയെ പറയത്തുള്ളൂ. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര രസമാണ്. അത് ചേച്ചി പറയണത് തമാശയാണെന്നല്ല, ചേച്ചി ഇങ്ങനെ പറഞ്ഞു വരും, പക്ഷെ അത് ഒരു തമാശയായിട്ട് മാറും. അങ്ങനെ ഭയങ്കര രസമാണ്. പിന്നെ എപ്പോഴും ചിരിയാണ് എല്ലാവരും. ഇപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഫാമിലി ലൈഫ് അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് ചിരിക്കാനൊന്നും സമയം കാണത്തില്ല. എന്തായാലും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പെന്ന് പറയുന്നത് കിടിലൻ ഗ്രൂപ്പാണ്. ഞങ്ങളെല്ലാവരും ചിരിച്ച് തകർത്ത് വാരിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് പോകുന്നത്. അവിടെ സത്യത്തിൽ ഞാൻ ആ പോകുന്ന ടൈമിൽ വരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും സ്റ്റേജിൽ കയറി ഫസ്റ്റ് പാട്ട് കളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ പോയി. മിക്കവരുടെയും ടെൻഷനൊക്കെ മാറി. എല്ലാവരും പിന്നെ ടെൻഷൻ ഫ്രീ ആയിട്ടാണ് നിന്ന് കളിച്ചത്. പിന്നെ അത് മാത്രമല്ല, പാടിയാണ് കളിച്ചത്. എൻ്റെ ഫ്രണ്ടാണ് പാടിയിരുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളും കൂടെയാണ് പാടിയിരുന്നത്.